എൻ്റെ കാശ്മീർ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഗണ്ടോള റൈഡാണ് ഇന്ന് ഞാൻ പോകുന്നത്. ഗണ്ടോള റൈഡ് പോകുന്നത് നമ്മൾ എയർ കാറിലാണ്. ഈ മുന്നിൽ കാണുന്ന സംഭവമാണ് എയർ കാർ. ഞാൻ ആദ്യമായിട്ടാണ് എയർ കാറിൽ കയറുന്നത്. സോ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കയറുക എന്നുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ. കാശ്മീരിൽ വരുന്ന എല്ലാവരും മിസ് ചെയ്യാതെ പോകുന്ന ഒരു സംഭവമാണ് ഗണ്ടോള റൈഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ വലിയ ക്യൂ ആയിരിക്കും. അപ്പം ഒരു 3 മണിക്കൂറൊക്കെ നമുക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വരും. അത് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ടിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് എയർ കാറിൽ കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഗണ്ടോള റൈഡ് ഫേസ് 1, ഫേസ് 2 എന്ന് പറയുന്ന 2 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 2 ടൈപ്പ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് 1 വരെ കുട്ടികൾക്കും പ്രായമായവർക്കും അത്യാവശ്യം എല്ലാവർക്കും വരാൻ പറ്റും. ഫേസ് 2 എന്ന് പറയുന്നത് ഹൈ ആറ്റിറ്റ്യൂഡാണ്. അവിടെ ഓക്സിജൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. അത് പ്രഗ്നൻ്റ് വുമൺ, അതേപോലെ കിഡ്, അതുപോലെ കാർഡിയാക്ക് പ്രോബ്ലം ഉള്ളവർക്ക് അവർക്കൊന്നും അങ്ങോട്ട് അനുവദിക്കത്തില്ല. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഗണ്ടോള റൈഡ് വരിക എന്ന് പറയുമ്പോൾ -5 ഇതിൻ്റെ ടോപ്പ് മോസ്റ്റിലൊക്കെ ഭയങ്കര ഫ്രീസിങ് ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പം എല്ലാവരും ഒന്നും വരുമ്പോഴത്തേക്ക് ജാക്കറ്റോ ഗ്ലൗസോ ഇതൊന്നും കൊണ്ടുവരത്തില്ല. അപ്പോൾ കാശ്മീരിൽ പ്രത്യേകിച്ച് ഈ റൈഡ് വരുവാണെങ്കിൽ ഇതിൻ്റെ താഴെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ ഇതൊക്കെ റെൻറ്റിന് നമുക്ക് എടുക്കാൻ കിട്ടും. 250-300 റുപ്പീസേ ഉള്ളൂ റെൻറ്റ്. അത് പോകുമ്പോൾ തിരിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ എന്തെങ്കിലും അഡ്വാൻസ് മണി കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിട്ടേൺ കിട്ടുന്നതായിരിക്കും. ഈ എയർ കാർ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടേയിരിക്കും. ഒരു എയർ കാറിൻ്റെ അകത്ത് 6 പേർക്കാണ് കയറാൻ പറ്റുന്നത്. അപ്പോഴത്തേക്കും സ്ലോയിലാണ് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി പോകുന്നത്. ഈ സ്ലോ സ്പീഡിൽ തന്നെ നമ്മൾ ചാടി കയറണം. പിന്നെ ഇത് ഓരോ എയർ കാറായിട്ട് മാത്രം നിർത്താൻ പറ്റത്തില്ല. ഇതിവിടെ ഒരു എയർ കാറായിട്ട് നിർത്തിയാൽ പോലും ഈ റണ്ണിങ്ങിലുള്ള എല്ലാ എയർ കാറും ഒരേ ടൈമിൽ സ്റ്റോപ്പ് ആവും. സോ അതിൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേബിളിൻ്റെ നടുക്കൊക്കെയുള്ള എയർ കാറൊക്കെ അങ്ങനെ സ്റ്റോപ്പ് ആവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആടി ഒലയാൻ സാധ്യതയുണ്ട്. അപ്പം ടോപ്പ് മോസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഓക്സിജനൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എയർ കാർ സ്റ്റോപ്പ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര തല കറങ്ങുന്ന ഫീലിംഗ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ മറ്റേ ഷോർട്സ് ഒക്കെ ഇടാൻ വേണ്ടിയുള്ള വീഡിയോ അവർ എടുത്തു തരും. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ അവർ ഒറ്റയ്ക്കോ കപ്പിളായിട്ട് വരുവാണെങ്കിലൊക്കെ നമുക്ക് സ്വയം ഷോർട്സ് എടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അവിടെ ആൾക്കാരുണ്ട്. ആ 500 റുപ്പീസ് എങ്ങാണ്ടാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം പോസ്റ്റിങ്ങിനും അതേപോലെ യൂട്യൂബ് പോസ്റ്റിങ്ങിനൊക്കെ അതിന്